സ്ഥാനത്തിൽ ഇന്ന് തിരുവമ്പാടി ക്ഷേത്രമാണ്. തൃശ്ശൂർ ഷൊർണൂർ റോഡിലാണ് തിരുവമ്പാടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് മാറി എടക്കളത്തൂർ ഗ്രാമത്തിലായിരുന്നു തിരുവമ്പാടി ക്ഷേത്രം ഉണ്ടായിരുന്നത്. അതിന് പിന്നില്, തൃശ്ശൂരേക്ക് വന്നതിന് പിന്നില് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. 5 നൂറ്റാണ്ടിന് മുൻപ് ചേരി തിരിവുണ്ടായിരുന്ന കാലത്ത് അവിടെ നിന്നും നാട്ടുകാര് ശ്രീകൃഷ്ണ വിഗ്രഹവുമായിട്ട് തൃശ്ശൂരിലേക്ക് എത്തി. പന്തങ്ങളും ആർപ്പുവിളികളുമായി അവർ കണ്ടാണത്ത് മനയിലെത്തി. കാച്ചനപ്പള്ളി മന എന്നും പറയും. മനയിലെ സ്ഥലത്ത് ഒരു ശാല പണിത് അവിടെ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു. ഇല്ലത്തെ തൂണില് കൊടുങ്ങല്ലൂർ ഭഗവതി ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ച ശാലയില് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടതുവശത്തായിട്ടാണ് ഭഗവതിയെ പ്രതിഷ്ഠിക്കുന്നത്. ശ്രീകൃഷ്ണനെയും ഭഗവതിയെയും പ്രതിഷ്ഠിച്ച മനയിലെ ദമ്പതികൾക്ക് പിന്നീട് പിൻഗാമികളില്ലാത്തത് കൊണ്ട് ക്ഷേത്രം ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് തിരുവമ്പാടി ക്ഷേത്രം ഊരാളന്മാരില്ലാത്ത ജനകീയ ക്ഷേത്രമായി മാറിയത്. പിന്നീട് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് ശാന്തിക്കാരൻ, എടക്കളത്തൂർ ക്ഷേത്രത്തിൽ നിന്നും ശാന്തിക്കാരൻ വിഗ്രഹവുമായി തൃശ്ശൂരിലേക്ക് വന്നു എന്നുള്ളതാണ്. തിരുവമ്പാടി അമ്പലത്തിലെ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ്. തൊട്ടടുത്ത് ഇടതുവശത്തായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത്. അമ്പലത്തിലെ പ്രധാന ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, അതുപോലെ കുചേല ദിനം, വൈകുണ്ഠ ഏകാദശി എന്നിവയാണ്. തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് തിരുവമ്പാടി ഭഗവതിക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട്. രാവിലെ 7 മണിക്ക് നടപ്പാണ്ടിയോടെ ബ്രഹ്മസ്വം മഠത്തിലേക്ക് എഴുന്നള്ളുന്നു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ 11 മണിക്ക് മഠത്തിൽ വരവ് ആരംഭിക്കുന്നു. പഞ്ചവാദ്യം വിസ്തരിച്ച് പതികാലത്തിനും 2ാം കാലത്തിനു ശേഷം സ്വരാജ് റൗണ്ടിലെത്തുന്നു. നടുവിലാലിൽ പഞ്ചവാദ്യം ഇടകാലത്തിന് ശേഷം നായിക്കനാലില് സമാപിക്കുന്നു. ശേഷം തെക്കോട്ടിറക്കവും കുടമാറ്റവും നടക്കുന്നു. കുടമാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും തമ്മിലുള്ള മത്സരമാണ്. പിന്നെ രാത്രി മേളവും പുലർച്ചെ 3:30 തൃശ്ശൂർക്കാരെ മുഴുവൻ ആവേശത്തിലാഴ്ത്തുന്ന വെടിക്കെട്ട് നടക്കുന്നു. പിന്നെ അടുത്ത ദിവസം, അതായത് പൂരപ്പിറ്റേന്ന് ഉച്ചയോടെയാണ് 2 ഭഗവതിമാരും, പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും ഉപചാരം ചൊല്ലി പിരിയുന്നത്. ഒരാണ്ടിലേക്ക് 1000 ഓർമ്മ കാഴ്ചകളുമായാണ് ഭഗവതിമാർ പിരിയുന്നത്. പൂരക്കാഴ്ചയെ ഏറ്റവും മനോഹരമാക്കുന്നതാണ് ആലവട്ടങ്ങൾ. പക്ഷെ നമുക്ക് പലർക്കും അറിയില്ല ആനവട്ടങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചാത്തനാത്ത സുജിൻ ചേട്ടനാണ്. അപ്പോൾ ആലവട്ടത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ അച്ഛനും അമ്മമാരും ആയിരുന്നു തിരുവമ്പാടിയിൽ ഈ വർഷങ്ങളായി നിർമ്മിച്ചത്. അച്ഛൻ്റെ മരണശേഷം ഞാനായി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഇത് 4ാമത്തെ വർഷമാണ്. 15 ജോഡിയാണ് തൃശ്ശൂർ പൂരത്തിന്. അതിൽ നമ്മൾ 12 ജോഡി 5 വള ആലവട്ടം, സാധാരണ ആലവട്ടം എന്ന് പറയുന്നത്. ബാക്കി 3 ജോഡി വരുന്നത് കുറച്ച് വട്ടത്തിൽ വ്യത്യാസം വരും. ഒരു 32 ഇഞ്ച് 30 ഇഞ്ച് ഒരു 6 വള ആലവട്ടം എന്നാണ് പറയുക. അതിലെപ്പോഴും മാറ്റം ഉണ്ടാവും. അതിന് വട്ടം കൂടും ചെയ്യും. അതിൻ്റെ പീലിക്കണ്ണുകൾ എണ്ണം കൂടും. ഇതിന് 100 അത് 120-150 കണ്ണിൻ്റെ അവിടേക്ക് വരും. അപ്പോൾ അതിനൊരു മാറ്റമുണ്ട്. അതിന് എന്നൊരു പ്രത്യേകത ആലോട്ടത്തിന് ആ 3 ജോഡിക്ക് എന്നും. ചേച്ചി ഇപ്പൊ ഇത് എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കണേ? ഇത് കണ്ണുവെക്കില്. കണ്ണുവെക്കില്.
എത്ര നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ ഇപ്പൊ സുജിത്തിന്റെ കൂടെ 4 കൊല്ലം 4ാമത്തെ കൊല്ലായി. അതിന് പട് 6 കൊല്ലം 7 കൊല്ലം അച്ഛൻ്റെ കൂടെയായിരുന്നു ഇവിടെ. പിന്നെ അതിന് പട് 7 കൊല്ലം കുറ്റുമുക്കില് അവിടെയാണ് പണി പഠിച്ചത്. ഈ കണ്ണുവെക്കലല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുന്നത്? എല്ലതും ഞാൻ ചെയ്യണം തന്നെ. ബാക്കി ഇതേപോലത്തെ സുജിത്ത് ഉണ്ടാക്കി തരും. അപ്പൊ ബാക്കി അവിടെ നിന്ന് തുന്നലൊക്കെ ഞാൻ തന്നെ ചേച്ചി തന്നെയാണ് ചെയ്യുന്നത്. കേരളത്തിനകത്തും പുറത്തും ഒരുപാട് ജനശ്രദ്ധയെ ആകർഷിക്കുന്ന പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. പൂരത്തിന്റെ മുഖ്യ പങ്കാളികളിലൊന്നായ തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ ആനച്ചമയൊരുക്കങ്ങൾ കണ്ടു നോക്കിയാലോ? പൂരത്തിന് വേണ്ടിയിട്ടുള്ള ചമയ നിർമ്മാണങ്ങളും കൊട നിർമ്മാണങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പിൻവശത്തായിട്ട് ഇരിക്കുന്നതാണ് പുരുഷോത്തമൻ അരനാട്ടുകര. കഴിഞ്ഞ 16 വർഷമായിട്ട് തിരുവമ്പാടി ഭാഗത്തിൻ്റെ എല്ലാ ആനച്ചമയങ്ങളും നിർമ്മിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ നടക്കുന്ന ഈ എല്ലാ പണികളും ചെയ്യുന്നത്. കുട മാത്രമല്ല, ആനയ്ക്ക് ഉപയോഗിക്കുന്നതായ തലകെട്ടുകളും മറ്റ് കോലത്തിൻ്റെ ഇത്, പിന്നെ കയറ്, മണി എല്ലതും നിർമ്മിക്കുന്ന അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. കുടകളിൽ അതായത് പ്ലെയിനും ബ്രോക്കേഡും മറ്റേ സിൽക്കും പൂക്കളുള്ളതും അല്ലാത്തതുമായ പലതരം കുടകളാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം ഒരു 50-60 സെറ്റ് കുടകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചേട്ടാ എത്ര വർഷമായി ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 46 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അതിനൊരു 30 വർഷത്തോളം പാറമകാവിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെ ആ ശേഷം ഇങ്ങോട്ട് 16 വർഷം ഇങ്ങോട്ട് മാറി. അപ്പൊ ഞാൻ വന്ന ഒരു 16 വർഷമായിട്ട് ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം നെറ്റിപ്പട്ടം, കോലം, കുട, അതുപോലെ ആനയ്ക്ക് വേണ്ടതായ കച്ചക്കയറ്, മണിക്കൂട്ടം, എല്ലാ ഐറ്റംസും ഞാൻ എൻ്റെ കെയർ ഓഫിൽ ചെയ്യണം. ഒരു കുട കട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് കട്ട് ചെയ്യാം. പക്ഷെ അത് തുന്നി അത് കുടയാക്കണമെന്ന് വെച്ചാൽ കൈകൊണ്ട് തന്നെ തുന്നിയിട്ട് കൈകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കൈകൊണ്ട് തുന്നി ഫ്രെയിം കയറ്റി വരണമെങ്കിൽ ഒരു ദിവസം ഒരു കുടയേ പറ്റുള്ളൂ. പക്ഷെ ഇത് കോമൺ ആയിട്ട് എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്ന കാരണം നമ്മൾ മൊത്തത്തിലൊരു 14-28 കുട ഒരു ദിവസം വെട്ടും. ഒറ്റ ട്രിപ്പിൽ വെട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ഏടും. അല്ലല്ല, അലക്കം വെക്കുന്നത് ഞങ്ങൾ തന്നെ. പിന്നെ ഫ്രെയിമിന്റെ പണി വേറെ ആൾക്കാരാ. ഫ്രെയിം എന്ന് വെച്ചാൽ അതിന്റെ ഔട്ടിങ്ങില്ലേ, അതെ, അതായത് ഒറ്റയിൽ നിന്ന് പറയും, ഫ്രെയിം എന്നും പറയും. ഇവിടെ വിവിധ തരത്തിലുള്ള തലയെക്കെട്ടുകൾ ഇപ്പോൾ അണിയറകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുൻ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഇത്തവണ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാലപ്പൂ തലയെക്കെട്ടാണ്. അത് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൂരത്തിന് 2 ദിവസം മുന്നേ മാത്രമേ അത് സമർപ്പിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രീ പുരുഷോത്തമൻ ചേട്ടൻ നടത്തി വരുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ പുരുഷോത്തമൻ ചേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. പാലപ്പൂ നെറ്റിപ്പട്ടമാണ് നടുക്കിലത്തെ ആനയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ 2 സൈഡിലത്തെ 2 ആനകൾക്കും ചൂരൽപ്പുളി നെറ്റിപ്പട്ടമാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം നാഗപ്പടം. പിന്നെ അതിൻ്റെ സൈഡ് മുഴുവൻ വണ്ടോടിൻ്റെ നെറ്റിപ്പട്ടമാണ്. ചൂരപ്പുളി എന്ന് വെച്ചാൽ നമ്മൾ ചൂരയിൽ പൊളിച്ചിട്ടുള്ള കൊണ്ടുള്ള പൂക്കളാണ്. അതിന് പ്രത്യേകത ഒരു സൂര്യൻ്റെ പ്രൗഢി പോലെ തോന്നും. വണ്ടോടെന്ന് വെച്ചാൽ വണ്ടിൻ്റെ തോട് അത് പഴിച്ചിട്ടുള്ള പോലെ ആയിരിക്കും. ബാക്കിയെല്ലാം ഈ കുമിളകളൊക്കെ സെയിം തന്നെ. പട്ടങ്ങൾ, കൂമ്പണം, ചന്ദ്രക്കല, അതുപോലെ ഇടക്കണങ്ങൾ, അങ്ങനെ പല വർണ്ണങ്ങൾ അതിന് കണക്കുണ്ട്. പ്രത്യേകിച്ച് ആ വർണ്ണത്തിലാണ് ഇത് 6-7 കളറുകളായിട്ടാണ് ഇത് ക്രമീകരിക്കുന്നത്. 228 വർഷമായി തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും
ഈ തലയെക്കെട്ട് ഇതിൻ്റെയൊക്കെ ക്രമീകരണം എന്ന് തുടക്കം മുതൽ തന്നെ ഒന്ന് തന്നെയാണ്. അതൊന്നൊരു മാറ്റം പറ്റിയിട്ടില്ല. എല്ലാ വർഷവും നമ്മൾ പുതിയതാണ് ഉപയോഗിക്കാന്ന് മാത്രം. 15 ആനകൾക്കും 15 സെറ്റ് നമ്മൾ തിരുവമ്പാടി വിഭാഗം പുതിയത് ഒരുക്കും.